ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിന്നു. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദ അബ്ദുല്ല എന്ന ഗുജറാത്തി വ്യവസായിയുടെ കേസുകൾ വാദിക്കാൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതാണ്? ദർബൻ പ്രിട്ടോറിയ എന്ന ട്രെയിൻ യാത്രയിൽ നിന്നാണ് ഗാന്ധിജി ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം യാത്ര ചെയ്യാൻ പാടില്ല എന്ന കാരണത്താൽ ഇറക്കിവിട്ടത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലുണ്ടായ കാലയളവ്. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര്? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം 8. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് ഗാന്ധി സിനിമ. ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് മഹാത്മ. സംവിധായകൻ ശ്യാം ബെനഗൽ. അപ്പം ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് ഗാന്ധി സിനിമയും ചലച്ചിത്ര ആവിഷ്കാരം എന്ന് പറയുന്നത് മേക്കിംഗ് ഓഫ് മഹാത്മയാണ്. രണ്ടും തിരിഞ്ഞു പോകും. അടുത്ത ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു റൗലറ്റ് നിയമം. നമ്മുടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919 അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷമായിരുന്നു 1919. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവയ്ക്കാനിടയായ സംഭവമായിരുന്നു റൗലറ്റ് നിയമം. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സെയ്ഫുദ്ദീൻ കിച്ചിലും ഡോക്ടർ സത്യപാലുമായിരുന്നു. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാർ നൽകിയ അധികാരങ്ങൾ ഏതെല്ലാമാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമത്തെ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം, അതായത് റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ ദാരുണ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതായത് റൗലറ്റ് നിയമത്തിനെതിരെയായി പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു ജാലിയൻ വാലാബാഗ്. 3 വശം മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. അവിടെ നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ ആരും തന്നെ തയ്യാറായില്ല, അതായത് പട്ടാളം തയ്യാറായില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ്. അവിടെ 2 ചോദ്യം വരാറുണ്ട്. അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്